ഫലമെത്താൻ ഇനി കുറച്ചു നാളുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്നതാര് എന്നതൊരു ചോദ്യചിഹ്നമായും നിലനിൽക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണമികവും അയോധ്യയിൽ ഉയർന്നു പൊങ്ങിയ രാമക്ഷേത്രവും BJPക്ക് വലിയ ജനപിന്തുണയാണ് നേടിക്കൊടുത്തത്. എന്നാൽ തിരഞ്ഞെടുപ്പിനോടടുത്തപ്പോൾ മുതൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. മാധ്യമങ്ങൾക്കിടയിൽ നരേന്ദ്രമോദി ഒരു ചർച്ചാ വിഷയമാവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ തന്നെയാണ് അതിന്റെ മുഖ്യ കാരണം. രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ BJPക്ക് സീറ്റുകൾ കുറയുമെന്ന പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഹിന്ദി ഹൃദയഭൂമിയിൽ BJP ഇനി വാഴുമോ? കോൺഗ്രസും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ BJP പരാജയപ്പെട്ടാൽ അത് കോൺഗ്രസിന് കരുത്തേകുമെന്നതിൽ തർക്കമില്ല. ഇപ്പോഴത്തെ വിലയിരുത്തലിൽ ഇന്ത്യ മുന്നണിക്ക് നേരിയ മുൻതൂക്കം ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ തകർപ്പൻ വിജയം നേടിയ പല സംസ്ഥാനങ്ങളിലും ഇക്കുറി BJPക്ക് മാറ്റു കുറയുമെന്നാണ് നിലവിലെ നിരീക്ഷണം. കർണാടകയിൽ 10 സീറ്റ് കുറയുമെന്നാണ് പല സർവേകളും സൂചിപ്പിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ മഹാരാഷ്ട്രയിൽ 5, ഹരിയാനയിൽ 4, രാജസ്ഥാനിൽ 7, ഛത്തീസ്ഗഡിൽ 4, ഗുജറാത്തിൽ 1, മധ്യപ്രദേശിൽ 3, ബീഹാറിൽ 4. ഇവിടെയും തീർന്നിട്ടില്ല. ജാർഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും അസമിലും 2 വീതം, ഉത്തർപ്രദേശിൽ 4, ഡൽഹിയിൽ 3, ഉത്തരാഖണ്ഡിൽ 2. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 5 എന്നിങ്ങനെ കുറവ് വരുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതെല്ലാം കൂട്ടിയാലും 57 സീറ്റുകളുടെ കുറവുണ്ടാകും. അപ്പോൾ BJPയുടെ സീറ്റ് നില 250-ലും താഴേക്ക് പോകും. അതായത് കേവല ഭൂരിപക്ഷത്തിലും താഴെ. ഇത് ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സാധ്യതയും പ്രതീക്ഷയും നൽകുന്നുണ്ട്. NCP, ശിവസേന, സമാജ്വാദ് പാർട്ടി, ആം ആദ്മി പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ, ജാർഖണ്ഡ് മുക്തി മോർച്ച എന്നിവ കരുത്തുറ്റ ഘടകകക്ഷികളാണ്. കോൺഗ്രസിനൊപ്പം പ്രാദേശികമായി ശക്തി കൂട്ടാൻ കഴിയുന്ന ഈ പാർട്ടികളും കൂടെ ചേരുമ്പോൾ താമര വാടാനുള്ള സാധ്യതയും കൂടുതലാണ്. വർദ്ധിത വീര്യത്തോടെ രംഗത്തുള്ള പ്രാദേശിക പാർട്ടികളുടെ പിൻബലം ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം കൂട്ടുമ്പോൾ BJPയുടെ സീറ്റ് നില 220, 230 എന്ന നിലയിലേക്ക് ചുരുങ്ങിയാലും അതിശയിക്കേണ്ടതില്ലെന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരും കുറവല്ല. അങ്ങനെയെങ്കിൽ തങ്ങളുടെ നഷ്ടം നികത്താൻ മതിയായ സീറ്റ് BJPക്ക് എങ്ങനെ നേടാനാകുമെന്നാണ് പ്രധാന ചോദ്യം. ഒഡീഷയിലെയും ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും ചില സീറ്റുകൾ BJPക്ക് തുണയ്ക്കുമെന്നതാണ് നിലവിലെ പ്രതീക്ഷ. അങ്ങനെ തുണയ്ക്കുമെന്ന പ്രതീക്ഷ നിലനിൽക്കുമ്പോഴും അതൊരു ഒറ്റ സംഖ്യയിലേക്ക് ചുരുങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ BJP എത്ര വാശിയേറിയ പോരാട്ടം കാഴ്ചവെച്ചാലും ആ മണ്ണ് മമതയിൽ നിന്നും എളുപ്പത്തിൽ ഒലിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. അവിടെ കഴിഞ്ഞ തവണ കാഴ്ചവെച്ച പ്രകടനം ആവർത്തിച്ചാലും BJPക്ക് അത് ഏറെ നേട്ടമാകും. കോൺഗ്രസ് തങ്ങളുടെ നില മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും തന്ത്രങ്ങളും ചെറുതായിട്ട് പാളിയിട്ടുണ്ടെന്ന് തന്നെ ഉറപ്പാണ്. ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളുമായി താരതമ്യം ചെയ്യുമ്പോൾ തെലുങ്ക് ദേശ പാർട്ടി, JDU, ഷിൻഡെ ശിവസേന, അജിത് പവാറിന്റെ NCP എന്നിവയൊന്നും കരുത്തുറ്റ കൂട്ടാളികളുമല്ല. എല്ലാം കൊണ്ടും മോദിയുടെ കീഴിലുള്ള BJP രാഷ്ട്രീയമായി ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുകൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം ഇന്ത്യയിൽ BJP വാഴുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനായി.